അവളൊന്ന് വിളിച്ചുകൊണ്ട് പതുക്കെ ചോദിച്ചു. സത്യമായിട്ടും? അവൻ ഉമ്മ തരാൻ നോക്കി. അല്ല, സ്വപ്നത്തിലായിരുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. സ്വപ്നത്തിലോ? നീ പറയുന്നതൊക്കെ കേട്ടിട്ട് അവൻ നിന്നെ ശരിക്കും ഒന്ന് പൊക്കാൻ നോക്കാണെന്ന് തോന്നുന്നു. ഇനിയെങ്ങാനും അവൻ എന്നെ ഒന്ന് തൊട്ടാൽ അവൻ്റെ എല്ല് ഞാൻ കുടിക്കും, അവൾ കടുപ്പിച്ച് പറഞ്ഞു. നീ ചെയ്യുന്നത് അപ്പോൾ കാണാം. നീ ഏത് കാലത്താണ് ജീവിക്കുന്നത് മോളെ? നിന്റെ വീട്ടിലുള്ളവർ നിന്നെ ഒരു കാര്യവും പഠിപ്പിക്കാതെയാണല്ലോ വളർത്തിയത്. നിനക്ക് പറ്റിയ ഒരാളെ തന്നെ കിട്ടിയിട്ടുണ്ട്. അവൻ അവൻ നിന്നെ എല്ലാം പഠിച്ചോളും, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ എന്താ അവനെ ഇത്രക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ അവനും അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അവകാശമില്ലേ? ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അവൻ നിനക്ക് ബിരിയാണി അയച്ചു തന്നു എന്ന് പറഞ്ഞാൽ അവന് നിന്നോട് പ്രത്യേക താല്പര്യം തന്നെയല്ല അർത്ഥം. നിന്നെ പേടിപ്പിക്കുന്ന ഒരാളെ നിനക്ക് ആദ്യമായിട്ടാണല്ലോ കിട്ടുന്നത്. നോക്കിക്കോ, അധികം വൈകാതെ അവൻ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റിക്കും, കൂടെയുള്ളവൾ പറഞ്ഞു. നിന്നോടിത് പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് വട്ടാണ്. ഞാൻ പോയി കിടക്കാൻ നോക്കട്ടെ, ബൈ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്ത് അവൻ ബെഡിലേക്ക് മറഞ്ഞു. നാളെ റൂമിൽ എന്നാൽ ബോറടിക്കും. ഓഫീസിൽ പോയി വർക്ക് ചെയ്യാം. എന്തായാലും നാളെ വരില്ലല്ലോ. സമാധാനമായി ജോലി ചെയ്യാമെന്ന് കരുതി അവൾ മാനേജർക്ക് മെയിൽ അയച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ സ്കൂട്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് വീക്കെൻഡ് ആയതുകൊണ്ട് സെക്യൂരിറ്റി അവളുടെ രജിസ്റ്ററിൽ ഒപ്പിടാൻ പറഞ്ഞു. ആരാധി ഒപ്പിടുന്നതിനിടയിൽ തൻ്റെ തൊട്ട് മുമ്പ് ഒപ്പിട്ടതാരെന്ന് നോക്കി. ലിസ്റ്റിൽ ലക്ഷ്യത്തിൻ്റെ പേര് കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അയ്യോ, അവൻ വരില്ലെന്ന് കരുതിയാണ്. പക്ഷെ എനിക്ക് മുമ്പ് എത്തിയല്ലോ. അവൻ കാണാത്ത രീതിയിൽ മാറിയിരുന്ന് ജോലി തീർക്കാം എന്ന് കരുതി അവൾ പ്യൂണിനോട് യശന്ത് എവിടെയുണ്ടെന്ന് തിരക്കി. അദ്ദേഹം ഇപ്പോൾ മുകളിലേക്ക് പോയതേയുള്ളൂ എന്ന് പ്യൂൺ പറഞ്ഞപ്പോൾ സമാധാനമായി എന്ന് കരുതി അവൾ സിസ്റ്റത്തിന് മുന്നിലിരുന്ന് ജോലി തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ജോലിയിൽ മുഴുകിയ അവൾ യേശിൻ്റെ കാര്യം തന്നെ മറന്നുപോയി. അല്പസമയം കഴിഞ്ഞ് യേശ് അകത്തേക്ക് വന്നു. അവൾ വളരെ താല്പര്യത്തോടെ ജോലി ചെയ്യുന്നത് കണ്ട് ശല്യം ചെയ്യേണ്ടെന്ന് കരുതി അയാൾ വാതിലടച്ച് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പ് തോന്നിയ അയാൾ താഴേക്ക് വന്നു. ക്യാൻറ്റീനിൽ ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് അയാൾ പ്യൂണിന് പണം നൽകി 2 വെജ് റൈസ് വരുത്തിച്ചു. ആ പാഴ്സലുമായി അയാൾ ആരാധ്യയുടെ അടുത്ത് വന്നിരുന്നു. അയാൾ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങൾ എപ്പോഴാണ് വന്നത് എന്നവൾ ചോദിച്ചു. ഞാൻ കുറച്ചു നേരമായി വന്നു. പഠിച്ചത് ചെയ്തതും മതി, വാ നമുക്ക് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. യേശിനോടൊപ്പം നടക്കുമ്പോൾ അവൾ ചോദിച്ചു. ഇന്ന് വീക്കെൻഡ് അല്ലേ, സുഖമായി ഇരിക്കാതെ എന്തിനാണ് ഓഫീസിൽ വന്നത്? അയാൾ അവളെ ഒന്ന് നോക്കിയിട്ട് നിനക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ആ നോട്ടം കണ്ട് അല്പം പതറി അവൾ. എനിക്ക് വേണ്ടിയോ? ഞാൻ വരുന്നത് നിങ്ങൾക്കറിയില്ലായിരുന്നല്ലോ എന്ന് തിരിച്ചു ചോദിച്ചു. യേശു ഒന്ന് ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു. എൻ്റെ പ്രൊജക്റ്റിൽ എനിക്കറിയാതെ ഒന്നും നടക്കില്ല. മാനേജറുടെ അടുത്ത് നിന്നുള്ള എല്ലാ വിവരങ്ങളും എനിക്കിൻ്റെ അടുത്തെത്തും. അത് ശരിയാണല്ലോ, ഞാനത് മറന്നു പോയി എന്ന് അവൾ സ്വയം പറഞ്ഞു. 2 പേരും ക്യാൻറ്റീനിൽ പോയിരുന്നു. ആരാധ്യ പേപ്പർ പ്ലേറ്റുകളെടുത്ത് 2 പേർക്കും വിളമ്പി. അയാൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അവൾ തല താഴെ തിരുന്ന് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഫ്ലാറ്റിൽ പോയി ഒന്ന് സുഖമായി ഉറങ്ങാമെന്ന് കരുതിയപ്പോഴാണ് ഈ മഴ വില്ലനായത് എന്ന് പിറുപിറുക്കുന്ന ആരുവിനെ നോക്കി യശ് ഇപ്പോഴേ ഉറങ്ങുകയാണോ? ഇന്ന് വീക്കെൻഡ് അല്ലേ, പുറത്തു പോകാൻ പ്ലാനൊന്നുമില്ലേ? പുറത്തു പോകാനോ? എനിക്ക് ഈ സിറ്റി പുതിയതാണ്, സ്ഥലങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പേടിയാണ്. എന്നാൽ ഞാൻ കൂടെ വരാം. യശ് പറഞ്ഞതും അവനൊന്ന് രൂക്ഷമായി നോക്കിയിട്ട് മുഖം തിരിച്ചു. ഇതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നീ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നത്? അവൻ ചോദിച്ചു. എനിക്ക് ആൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കുന്ന ശീലമില്ല, അവൾ തീർത്ത് പറഞ്ഞു. അത് തെറ്റാണ്. മുന്നോട്ട് നടന്നുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. അവളുടെ പിന്നാലെ നടന്നുകൊണ്ട് യശ് ചോദിച്ചു. അപ്പോൾ നീ ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചതും അത് തെറ്റല്ലേ? അതൊരു പേടി കൊണ്ട് ചെയ്തതാണ്, അവൾ പറഞ്ഞു. സ്വന്തം ജീവൻ രക്ഷിക്കാനോ മറ്റൊരാളെ സഹായിക്കാനോ വേണ്ടി ഒരാളെ തൊടുന്നത് തെറ്റല്ല. അന്ന് തന്നെ രക്ഷിച്ച കാര്യം ഓർത്തപ്പോൾ തന്നെ ശ്വാസം നൽകി സഹായിച്ചിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇയാളുടെ രീതികൾ കൊള്ളാം എന്ന് മനസ്സിൽ വിചാരിച്ച് അവൻ ചിരിച്ചു. തോരാത്തത് കൊണ്ട് ഇതൊന്ന് തീരുമോ ആവോ എന്ന് വെപ്രാളപ്പെട്ട് അവൾ പിന്നിലേക്ക് തിരിഞ്ഞതും
പുറകിൽ വരികയായിരുന്ന യാഷിന്റെ മേലേക്ക് തട്ടി വീഴാൻ പോയി. ഉടനെ യാഷ് അവളുടെ അരയിൽ പിടിച്ചു തന്നിലേക്ക് വലിച്ചതും രണ്ടുപേരും ചേർന്ന് നിന്നു. ഒരു നിമിഷം ഷോക്കായതുപോലെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന് പോയി. അവളുടെ കിതപ്പ് കൂടിയപ്പോൾ യാഷ് സാവധാനം മാറി നിന്നു. 2 മിനിറ്റിന് ശേഷം സ്വബോധം വന്ന ആരും നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് നോക്കിയപ്പോൾ യാഷ് അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു. കോപത്തോടെ അവനെ നോക്കി കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി അവൾ നിലത്തേക്കിട്ടു. അത് തകർന്നു തരിപ്പണമായി. യാഷ് ദേഷ്യത്തോടെ അവളെ നോക്കി ആക്രോശിച്ചു. നിനക്കെന്താ വട്ടാണോ? ഇതിനാ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്? പിന്നെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. എന്നെ പിടിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നീ വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ്. അതിലെന്താ അത്ര തെറ്റ്? തെറ്റുണ്ട്, വലിയ തെറ്റുണ്ട്. ആദ്യത്തെ ദിവസം മുതൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ മുതലെടുക്കുകയാണ്. ഞാൻ വീണാൽ വീഴട്ടെ, മുറിവ് പറ്റിയാൽ അതെനിക്കല്ലേ? എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമാണ്. അത് സഹിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കെന്താ ഇത്ര വേദന? നിങ്ങൾ എന്തിനാ ഇടപെടുന്നത്? അവൾ രോഷത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് യശിന് നിയന്ത്രണം വിട്ടു. അവൻ അവളുടെ കരണ കടിച്ചു. അടിയുടെ ആഘാതത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കവളിൽ കൈവച്ച് അവൻ നിശബ്ദയായി. അവളുടെ വെളുത്ത മുഖത്ത് അവൻ്റെ വിരലുകൾ ചുവന്ന് തുടിച്ചു വന്നു. ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നീ ഇപ്പോൾ പരിധി വിടുകയാണ്. നിന്റെ ശരീരം നിന്റെ ഇഷ്ടമാണെന്നും നിന്റെ ശരീരത്തിന്മേൽ പൂർണ്ണാവകാശം എനിക്കാണ്. അതിനൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനിയും അധികം സംസാരിച്ച നിന്റെ 2 കവിളും ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇറങ്ങിപ്പോടി ഇവിടുന്ന്, ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ മാറി നിന്ന് ഒരു സിഗരറ്റ് കൊളുത്തി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്തുള്ള പടികളിൽ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ യശിൻ്റെ ദേഷ്യം തണുത്തു. ഞാനെന്തിനാ അങ്ങനെ എടുക്കാൻ പോയത്? ആ ഭ്രാന്തിപ്പെണ്ണ് എവിടെ പോയി എന്ന് തിരിഞ്ഞു വന്നപ്പോഴാണ് കണ്ടത്. പടികളിലിരുന്നൊരു കൊച്ചുകുട്ടിയെ പോലെ വീങ്ങി കരയുന്നവൾ. അത് കണ്ടപ്പോൾ ഉള്ളിലൊരു വിഷമം തോന്നി. അവൻ അവളുടെ അരികിലിരുന്നു. ആ കവളിലേക്ക് നോക്കി. അടിക്കൊണ്ട് കവളിൽ ചുവന്ന് തടിച്ചെടുക്കുകയാണ്. യശിനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവൾ മുഖം തിരിച്ചു. യശ് അവളുടെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു പിടിച്ചു ആ കവളിൽ പതുക്കെ കരുടി. അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി. അധികം വാശ കാണിക്കാതെ ഒന്ന് നിൽക്കും. ഞാൻ നോക്കട്ടെ, അവൻ പറഞ്ഞു. എന്തു നോക്കാനാണ്? ഇതുവരെ ആരും എന്നെ തല്ലിയിട്ടില്ല. എന്നെ തല്ലാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? വളരെ കൊഞ്ചലോടെയുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ യാഷിന് ശരിയാണ് വന്നത്. അവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്ന അവൾ അവൻ്റെ ഷർട്ടിൻ്റെ കൊളറ് പിടിച്ചു വലിച്ചു. നീ എന്തിനാ ചിരിക്കുന്നത്? എന്നെ ഹരാസ് ചെയ്യുകയാണോ? ഞാൻ മാനേജ്മെൻറ്റിൽ പരാതിപ്പെടും. നീ എന്താ കരുതിയത് എന്നവൾ ഭീഷണിപ്പെടുത്ത സ്വരത്തിൽ പറഞ്ഞു. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ നിർത്താതെ സംസാരിച്ചിട്ടുകൊണ്ടേക്കാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അവളുടെ അടുത്തേക്ക് വന്നു അവൻ അവളുടെ കവളിൽ തലോടി. ഇത്താൻ അവൾ തടസ്സമൊന്നും പറയാതെ മിണ്ടാതിരുന്നു. ഏതൊരു ലഹരി എന്ന പോലെ അവൻ്റെ തലയിൽ കൈവച്ച് തന്നെ അവനിലേക്ക് അടുപ്പിച്ചു. ഇത് കണ്ട് യാഷ് ഒന്ന് പുഞ്ചിരിച്ചു. രാക്ഷസി, നേരത്തെ തൊട്ടപ്പോൾ വലിയ വഴക്കായിരുന്നു. ഇപ്പോഴത്തെ തനിയെ അടുത്തേക്ക് വരുന്നു. ഈ ഭ്രാന്തി എങ്ങനെ മനസ്സിലാക്കാനാണ് എന്നവൾ മനസ്സിൽ കരുതി. കുറച്ചു നേരം കൂടി അങ്ങനെ ഇരുന്ന ശേഷം അവൻ പതുക്കെ മാറി നിന്നു. അവൾ കണ്ണു തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ തല താഴ്ത്തി നിന്നു. യശ് പുറത്തു പോയി നോക്കിയിട്ട് മഴ കുറഞ്ഞുവെന്നും വരാനും അവളോട് പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ വേഗത്തിൽ ചെന്ന് തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും പോയി. അവൻ പതുക്കെ നടുവീർപ്പിട്ടുകൊണ്ട് തൻ്റെ ബൈക്കെടുത്ത് ഫ്ലാറ്റിലേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ യശ് വേഗം ഓഫീസിലെത്തി. അവൾക്കായി കാത്തിരുന്നു. പക്ഷെ അവൾ വന്നപ്പോൾ അവനെ ഗൗനിക്കാതെ അകത്തേക്ക് പോയി. അവൻ അവളുടെ അടുത്ത് ചെന്ന് വിളിച്ചെങ്കിലും അതൊന്നും മെയിൽ ചെയ്യാതെ അവൾ ചരണിൻ്റെ അടുത്ത് പോയിരുന്നു. യാഷിനിത് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യവും വിഷമവും തോന്നി. അവൻ പുറത്തിറങ്ങി ദേഷ്യത്തോടെ സിഗരറ്റ് കത്തിച്ചു. ഉച്ചയ്ക്ക് ലഞ്ചിന് വിളിച്ചിട്ടും അവൾ അവൻ്റെ കൂടെ വന്നില്ല. പകരം യാഷിൻ്റെ മുന്നിലൂടെ ചരണിയോട് സംസാരിച്ചു കൊണ്ടുപോയി. യാഷ് ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അടുത്ത 4-5 ദിവസമായി അവൾ അവനെ പാടെ അവഗണിക്കുകയാണ്. അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അവന് മനസ്സിലായി. പക്ഷെ അവളിൽ നിന്നും അകന്നു നിൽക്കാൻ അവന് സാധിക്കുന്നില്ല. തൻ്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ടാണോ അതോ അവളുടെ സൗന്ദര്യം കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ആരാധ്യ തൻ്റേതാണെന്ന് അവൻ ഉറപ്പിച്ചു. അവളുടെ സാമീപ്യം അവൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ കാണിക്കുന്ന ഈ അവഗണന അവന് താങ്ങാനാവുന്നില്ല. ഇതൊക്കെ ശ്രദ്ധിച്ച അർജുൻ അവനെ സമാധാനിപ്പിക്കാൻ വൻ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. ആരാധ്യ തന്നെ അവഗണിക്കുന്നത് ആലോചിച്ച് അയാൾക്ക് ദേഷ്യം വന്നു. എത്ര കുടിച്ചിട്ടും ലഹരി പിടിക്കാത്തത് കൊണ്ടായ
കരിപ്പിൽ അർജുൻ്റെ കരണെടുത്തടിച്ചു. എടാ, നീ എന്നെ എന്തിനാ അടിക്കുന്നേ? രണ്ട് കവളിലും കൈവച്ച് അർജുൻ ചോദിച്ചു. നിന്നെയല്ലടാ, അവളെയാണ് അടിക്കേണ്ടത്. എനിക്കിപ്പോൾ തന്നെ അവളെ ഒന്ന് കാണാം. വാ പോവാം എന്ന് പറഞ്ഞ് യാഷ് എഴുന്നേറ്റു. യാഷിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് അർജുൻ പറഞ്ഞു. എടാ, ഇപ്പോൾ എങ്ങോട്ടേ പോകുന്നത്? നീ നല്ല ലഹരിയിലാണ്. അവളെ കണ്ട നീ വല്ലതും ചെയ്യും. അവൾ പാവമാണ്. നിന്റെ അടിയൊന്നും താങ്ങാനുള്ള ശേഷി അവൾക്കില്ല. അതൊന്നും കേൾക്കാതെ യാഷ് ബൈക്ക് എടുക്കാൻ നോക്കിയപ്പോൾ അർജുൻ ചാവി പിടിച്ചു വന്നു. മര്യാദയ്ക്ക് ചാവി ഇങ്ങോട്ടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു പഞ്ചറാക്കും എന്ന് വെച്ചുപോയി പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അർജുൻ പറഞ്ഞു. ശരി, നീ ഒന്ന് മാറി നിൽക്ക്. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആരും ആരും ഇന്നിനെ ഞാൻ വിടില്ല. വരുന്നുണ്ടടി എന്ന് ലഹരിയിൽ പോയെന്ന ശബ്ദത്തിൽ യേശു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇവൻ എങ്ങനെയായിരുന്നു, ഇപ്പൊ എന്തായി എന്ന് അർജുൻ നടുവേർപ്പെട്ടു. അവർ ആരാധ്യയുടെ ഫ്ലാറ്റിന് മുന്നിലെത്തി വണ്ടി നിർത്തി. യേശ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെന്ന് വിളിച്ചപ്പോൾ, ഡി ആരാധ്യ, താഴേക്ക് ഇറങ്ങി വാടി എന്ന് യേശ് ഉറക്കി വിളിച്ചു കൊണ്ടിരുന്നപ്പോൾ അർജുൻ അവനെ പിടിച്ചു മാറ്റാൻ നോക്കി. ശബ്ദം കേട്ട അവിടുത്തെ ഓണർ പുറത്തേക്ക് വന്നു. മദ്യപിച്ച ലഹരിയിൽ നിൽക്കുന്ന രണ്ടുപേരെയും കണ്ട് അവർ ദേഷ്യത്തോടെ ചോദിച്ചു. ആരാ നിങ്ങൾ? എന്താ ഇവിടെ? ആ ആരാധ്യ ഒന്ന് താഴേക്ക് വരാൻ പറയും എന്ന് യേശ് പറഞ്ഞതും അവർ മുകളിലേക്ക് നോക്കി ആരാധ്യ എന്ന് ഉറക്കെ വിളിച്ചു. ആരാധ്യയോട് താഴേക്ക് വന്നു. അവിടെ നിന്റെ ബോയ് ഫ്രണ്ടാണെന്ന് തോന്നുന്നു. കുടിച്ചു വന്ന് ഇവിടെ ബഹളം വെക്കുന്നു. നീ നല്ല കുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത്. വേഗം അവരെ വിടുന്നു വിട്ടോ എന്ന് ദേഷ്യപ്പെട്ട ഓണർ അകത്തേക്ക് പോയി. പുറത്തേക്ക് വന്ന ആരാധ്യ യേശിനെ കണ്ട് പേടിച്ചു പോയി. അർജുനും കുടിച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ എടാ മതിയാക്കി പോകാം എന്ന് പറഞ്ഞു അവൻ യാഷിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കി. ഇവിടെ നിന്നാൽ പോലീസ് പിടിച്ചകത്തിടും എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് അവൻ അർജുനെ ബൈക്കിൽ കയറ്റിയത്. അർജുൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. യാഷ് ബൈക്കിൽ നിന്നിറങ്ങി. കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് അർജുൻ അതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി എടുത്തു പോയി. എന്താ മഹാറാണി, എഴുന്നള്ളിയോ? വായോ എന്ന് പറഞ്ഞ് യാഷ് ഷർട്ടയച്ച് തോളിലിട്ടു. എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ട് എൻ്റെ ഈശ്വര എന്ന് തലയിൽ കൈവച്ചുകൊണ്ട് ആരാധ്യ അവനോട് ഷർട്ടിടാൻ പറഞ്ഞു. അവൾ ഓരോ ബട്ടൺ ഇടുമ്പോഴും അവൻ അത് അഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. ദേഷ്യം വന്ന് ആരാധ്യ അവൻ്റെ കരണമൊന്ന് പൊട്ടിച്ചു. കവളിൽ കൈവച്ച് യാഷിനെ നോക്കി. അവൻ ചോദിച്ചു, നീ നീ എന്നെ അടിച്ചില്ലേ? നിനക്ക് ഇത്രയും ധൈര്യമായോ? എൻ്റെ മനസ്സിനെ തന്നെ മുറപ്പെടുത്തിയവളാണ്. അപ്പോൾ പിന്നെ കരണത്തടിക്കുന്നത് നിനക്കൊരു പുത്തിരിയല്ലല്ലോ എന്നവൻ ലഹരിയിൽ വെച്ച് പോയി സംസാരിച്ചു കൊണ്ടിരുന്നു. ആരാധ്യ അവനെ ബലമായി പിടിച്ച് ഷർട്ട് ധരിപ്പിച്ചു. പിന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് നിർത്തിയിട്ട് അവനോട് കയറാൻ പറഞ്ഞു. ഞാൻ വരില്ല, നീ എന്നെ അടിച്ചില്ലേ എന്ന് പറഞ്ഞ് അവൻ കൊച്ചുകുട്ടികളെപ്പോലെ വാശി പിടിച്ചു. ഒടുവിൽ വാച്ച്മാൻ്റെ സഹായത്തോടെ അവനെ ബൈക്കിലിരുത്തി താഴെ വീഴാതിരിക്കാൻ ആരാധ്യ തൻ്റെ ദുപ്പട്ട എടുത്ത് യാഷിൻ്റെ അരക്കെട്ടിൽ ചേർത്ത് കെട്ടി. സ്കൂട്ടി മുന്നോട്ടെടുത്തു. മദ്യത്തിൻ്റെ ലഹരിയും അവളുടെ സാമീപ്യവും അവന് വല്ലാത്തൊരു മോഹം ഉണർത്തി. അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റി മുറുകെ പിടിച്ചു. ആര് പെട്ടെന്ന് ഒന്ന് പതറിപ്പോയി. നീ ഇത് എന്താ കാണിക്കുന്നത്? നേരെ ഇരിക്കും എന്നവൻ ദേഷ്യപ്പെട്ടു. അവളുടെ പുറത്തെ തല ചായ്ച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. എനിക്ക് നിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് കേട്ടതും ആര് പരിഭ്രമത്തോടെ തല തിരിച്ചു യാഷിനെ നോക്കി. നീ എന്ത് ചെയ്യുമെന്നാ അവൾ വിക്കി ചോദിച്ചു. എനിക്ക് നിന്നെ ഒന്ന് കിസ് ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നുന്നു. അവൾ മറുപടിയൊന്നും പറയാൻ പോവാതെ പേടിച്ച് മിണ്ടാതിരുന്നു.